ഇന്നത്തെ കഥയുടെ പേരാണ് ജിറാഫിന്റെ നൃത്തം. പണ്ടൊരിടത്ത് ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ തന്റെ പ്രജകളായ മൃഗങ്ങളെയെല്ലാം വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു സിംഹരാജാവ് പാർത്തിരുന്നു. ഒരു ദിവസം രാജാവായ സിംഹം മറ്റു മൃഗങ്ങൾക്കായി കാട്ടിൽ ഒരു വിരുന്നൊരുക്കി. കാട്ടിലെ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ഈ വിരുന്നിൽ പങ്കെടുത്തു. സിംഹരാജാവ് തന്റെ അതിഥികൾക്കായി മതിവരുവോളം ഭക്ഷണവും ഒരുക്കി. മാത്രമല്ല, വിനോദത്തിനായി വിരുന്നിനോടൊപ്പം കലാപരിപാടികളും നടത്തി. അതിനായി സിംഹരാജാവ് ആദ്യം ക്ഷണിച്ചത് പാട്ടുകാരനായ കുയിലിനെ ആയിരുന്നു. കുയിൽ അതിമനോഹരമായി തന്നെ പാടി. കാട്ടിലെ മൃഗങ്ങളെല്ലാം തന്നെ കുയിലിന്റെ പാട്ട് നന്നായി ആസ്വദിച്ചു. കുയിൽ പാടിക്കഴിഞ്ഞതും മൃഗങ്ങൾക്കെല്ലാം ഒരു നൃത്തം വേണമെന്നായി. ഇത് കേട്ട സിംഹരാജാവ് കാണികളായിരുന്ന മൃഗങ്ങളോടായി ഇപ്രകാരം പറഞ്ഞു: നിങ്ങളിൽ നൃത്തം ചെയ്യാൻ അറിയാവുന്ന ഒരാൾ സ്വയം മുന്നോട്ട് വന്ന് നൃത്തം ചെയ്യുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുക. സിംഹരാജാവ് ഇത് പറഞ്ഞതും കുരങ്ങൻ സന്തോഷത്തോടെ നൃത്തം ചെയ്യുവാനായി മുന്നോട്ട് വന്നു. അവൻ വളരെ മനോഹരമായി തന്നെ നൃത്തം ചെയ്യുകയും ചെയ്തു. ഇത് കണ്ട മറ്റു മൃഗങ്ങളെല്ലാം സന്തോഷമായി. അവർ ആർപ്പു വിളിക്കാനും കൂടെ ആടാനും തുടങ്ങി. കാണികളുടെ ആർപ്പുവിളികളിൽ നിന്നും അവർ തന്റെ നൃത്തം നന്നായി ആസ്വദിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കുരങ്ങൻ ഉത്സാഹത്തോടെ തന്നെ നൃത്തം ചെയ്തു. എന്നാൽ കുരങ്ങന്റെ നൃത്തം എല്ലാവരും ആസ്വദിക്കുന്നത് കണ്ട ജിറാഫിന് ഇത് തീരെ രസിച്ചില്ല. അവൻ എല്ലാവരോടുമായി പറഞ്ഞു: എത്ര മോശമായിട്ടാണ് ഈ കുരങ്ങൻ നൃത്തം ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാണ് ഇത് കണ്ട് ഇത്രയും ആവേശം കൊള്ളുന്നത്? എന്നാൽ ജിറാഫ് പറഞ്ഞത് മറ്റു മൃഗങ്ങൾക്കൊന്നും തന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒരു കുറുക്കൻ ജിറാഫിനോട് ചോദിച്ചു: നിനക്ക് കുരങ്ങൻ നൃത്തം ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തതിന് കാരണം തീർച്ചയായും അതിലും നന്നായി നിനക്ക് നൃത്തം ചെയ്യാൻ കഴിയുന്നത് കൊണ്ടായിരിക്കും, അല്ലേ? ഇത് കേട്ട ജിറാഫ് ഉടൻ തന്നെ പറഞ്ഞു: തീർച്ചയായും ഈ കുരങ്ങനേക്കാളും മനോഹരമായി നൃത്തം ചെയ്യാൻ എനിക്കറിയാം. ജിറാഫിന്റെ ഈ വാക്കുകൾ ഒരു മാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ മനസ്സിൽ കരുതി: എന്തൊരസൂയാണ് ഈ ജിറാഫിന്, ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. അതിനായി മാൻ ഒരു സൂത്രം ഒപ്പിച്ചു. കുരങ്ങിന്റെ നൃത്തം കഴിഞ്ഞതും മാൻ വിളിച്ചു പറഞ്ഞു: അടുത്തതായി നൃത്തം ചെയ്യാനായി വേദിയിലേക്ക് വരുന്നത് നമ്മുടെ ജിറാഫാണ്. മാൻ പറയുന്നത് കേട്ട മറ്റു മൃഗങ്ങൾ സ്തംഭിതരായി. ജിറാഫ് നൃത്തം ചെയ്യാനോ? ഈ ശരീരവും വെച്ച് എങ്ങനെയാണ് അവനെ കൊണ്ട് നൃത്തം ചെയ്യുവാൻ സാധിക്കുന്നത്? പരസ്പരം പിറുപിറുത്തു. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ജിറാഫ് നൃത്തം ചെയ്യുവാനായി വേദിയിലേക്ക് വന്നു. അവൻ തന്റെ നീണ്ട കാലുകളും വലിയ വയറും ഉയരം കൂടിയ കഴുത്തും വെച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ജിറാഫിന് അവന്റെ നീണ്ട കാലുകൾ കൊണ്ട് നൃത്തം ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, ജിറാഫിന് കുരങ്ങന്റേതുപോലെ മെയ്വഴക്കവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവൻ പിന്മാറാൻ തയ്യാറായില്ല. അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ജിറാഫിന്റെ നൃത്തം കണ്ട കാണികളായ മൃഗങ്ങൾ നല്ല പോലെ കൂവാനും പറ്റാത്ത പണിക്ക് മുതിർന്ന ജിറാഫിനെ എല്ലാവരും പരിഹസിക്കാനും തുടങ്ങി. അവസാനം നാണം കെട്ട് അവന് വേദിയിൽ നിന്നും തല കുനിച്ച് മടങ്ങേണ്ടതായി വന്നു. അപമാനിതനായ ജിറാഫ് ആ കാട്ടിൽ നിന്നും തന്നെ എന്നേക്കുമായി ഓടിപ്പോയി. പിന്നെ ഒരു കാട്ടിലും ജിറാഫിനെ കണ്ടതേയില്ല. അങ്ങനെ അസൂയ കാണിച്ച ജിറാഫിന് തന്റെ വാസസ്ഥലം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ ഗുണപാഠം എന്താണ്? അസൂയ നമ്മളെ പലപ്പോഴും അന്ധരാക്കുകയും ആപത്തിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും.